രമ്യ ഹരിദാസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ വിമർശിച്ച ദീപ നിശാന്തിന് എഴുത്തുകാരൻ ലിജീഷ് കുമാറിന്റെ മറുപടി. സ്ഥാനാർത്ഥി എത്ര മനോഹരമായി പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ഏത് മതവിശ്വാസിയാണ് എന്നതൊന്നുമല്ല ഇവിടെ വിഷയമാക്കേണ്ടതെന്നാണ് ദീപ നിശാന്ത് കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. രമ്യ തിരഞ്ഞെടുക്കപ്പെട്ട 21 നായനാർ ഭരണത്തിന്റെ അവസാന സമയം. പറഞ്ഞു വരുന്നത് കല്ലുവാതിക്കലിനെ കുറിച്ചാണ്. വ്യാജ മദ്യ ദുരന്തത്തിൽ 33 പേരുടെ മരണം നടന്ന, അതിലേറെ പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ട കല്ലുവാതിക്കലിനെ കുറിച്ച്. മുഖ്യപ്രതി മണിയച്ചൽ നിന്ന് മാസപ്പടി വാങ്ങി എന്ന് കല്ലുവാതിക്കൽ മദ്യ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് VP മോഹനകുമാർ കമ്മീഷൻ കണ്ടെത്തിയതിനെ തുടർന്ന് 2002 CPIക്ക് ജില്ലാ കൗൺസിലിൽ നിന്ന് പുറത്താകേണ്ടി വന്ന ഒരു മഹിളാ നേതാവുണ്ട്, സഖാവ് ഭാർഗവി തങ്കപ്പൻ. കുറിച്ചാണ്. വ്യാജ മദ്യ ദുരന്തത്തിൽ 33 പേരുടെ മരണം നടന്ന, അതിലേറെ പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ട കല്ലുവാതിക്കലിനെ കുറിച്ച്. മുഖ്യപ്രതി മണിച്ചനിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന് കല്ലുവാതിക്കൽ മദ്യ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് VP മോഹനകുമാർ കമ്മീഷൻ കണ്ടെത്തിയതിനെ തുടർന്ന് 2002 CPIക്ക് ജില്ലാ കൗൺസിലിൽ നിന്ന് പുറത്താക്കേണ്ടി വന്ന ഒരു മഹിളാ നേതാവുണ്ട്, സഖാവ് ഭാർഗവി തങ്കപ്പൻ. തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിലെത്തുന്ന ആദ്യത്തെ ദളിത് വനിതാ MP ആവും രമ്യ എന്ന് അവകാശവാദം ഉന്നയിച്ച യൂത്ത് കോൺഗ്രസ്. 1971 പൊതു തിരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ MP ആയി ലോക്സഭയിലെത്തിയ ഭാർഗവി തങ്കപ്പന്റെ മഹത്തായ ചരിത്രം മറന്നിട്ടുണ്ടാകണം എന്ന് ദീപ നിശാന്ത് എഴുതിയത് വായിക്കവെയാണ് ആ പുകൾപെറ്റ ചരിത്രം ഞാൻ ഓർത്തത്. എന്റെ ടീച്ചറെ, CPI പോലും അതൊക്കെ ഉണ്ടായിരുന്നു. ഭാർഗവി തങ്കപ്പൻ ഒരൊറ്റ ഭാർഗവി തങ്കപ്പൻ അല്ല എന്ന് സാരം. എങ്കിലും മണിച്ചനെ മേപ്പറഞ്ഞ കൂട്ടാളികൾക്കൊപ്പം ഞാൻ കൂട്ടി വായിക്കുന്നില്ല. അയാൾ ദീർഘകാലം ശിക്ഷ അനുഭവിച്ചു എന്നതും ജയിൽ അയാളിൽ മാറ്റമുണ്ടാക്കി എന്നതും നേരാണ്. മത്സരാർത്ഥിയുടെ ക്വാളിറ്റിയെക്കുറിച്ച് ടീച്ചർക്കുള്ള ആശങ്ക KSUവിലെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഏകതാ പരിഷത്തിന്റെ മുഖ്യ പ്രവർത്തകനായിരുന്ന, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ആദിവാസി ദളിത് സമരങ്ങളിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കോഓർഡിനേറ്ററായ, കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ, ജപ്പാനിൽ നടന്ന ലോക യുവ ജനസമ്മേളനത്തിൽ വരെ പങ്കെടുത്ത രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ആവില്ല എന്നറിയാം. അത് പെട്ടെന്ന് രാഷ്ട്രീയക്കാരായ ചരിത്രബോധമൊന്നുമില്ലാത്ത മനുഷ്യരെ കുറിച്ചാവണം. പിന്നെ എന്തിനാവും ടീച്ചർ അത് രമ്യയെക്കുറിച്ചുള്ള പോസ്റ്റിൽ എഴുതിയത്? ഐഡിയ സ്റ്റാർ സിംഗർ തിരഞ്ഞെടുപ്പോ അമ്പല കമ്മിറ്റി തിരഞ്ഞെടുപ്പോ അല്ല നടക്കുന്നത്. അത്തരം കുട്ടികളും കേരളവർമ്മയുടെ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നില്ലേ? പാട്ട് പാടാത്ത, ഡാൻസ് കളിക്കാത്ത, ഗൗരവമുള്ള കുട്ടികളുടെ ചേരിയിൽ നിന്ന് മാറി പാടിയും ആടിയും രാഷ്ട്രീയം പറഞ്ഞ ഗൗരവം കുറഞ്ഞ കുഞ്ഞുങ്ങൾ, അവരെ ടീച്ചർക്ക് ഇഷ്ടമായിരുന്നില്ലേ? വ്യക്തിപരമായി സഖാവ് വിജുവേട്ടനെ എനിക്കിഷ്ടമാണ്. അതിനർത്ഥം രമ്യ ഹരിദാസിനോട് വെറുപ്പാണ് എന്നല്ല. മനുഷ്യനും തമ്മിലെ വിനിമയങ്ങൾ മുതിരണം. അതാകും ഇനിയുള്ള കാലഘട്ടത്തിൽ നല്ലത്. അല്ലെങ്കിൽ മറ്റുള്ളവർ വിമർശിക്കുന്നത് ടീച്ചർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.